ആ, ആ, നമ്മെ അദ്ദേഹം ഒരു ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് വളരെ കുളിർമയും ആശ്വാസവും പകരുന്നതായ ഒരു നിലവാരത്തിൽ തന്നെ അത് അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസനെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. धन्य है जो भाई अच्छा हमारा मन को हर्षित करने के लिए अच्छे गीत गाकर हमारा मन को आनंद मनाने के लिए आप वो प्रभु ने इस्तेमाल किया है। तेरी सेवकाई अनुग्रह के कारण सब में मसीह का अनुग्रह साथ भी साथ रहे। ഇന്നത്തെ തിരുവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. आज की वचन की घोषणा में पवित्र आत्मा की अगुवाई मिलने के लिए जागृति में रहे। എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. एफेसियों की पत्री 6वीं अध्याय 10वां पद. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. एफेसियों की पत्री 6वीं अध्याय 10वां पद में यूं लिखा है, इसलिए प्रभु में और उसकी शक्ति में प्रभाव में बलवंत बनो, परमेश्वर की सारे हथियारों बांध लो कि तुम शैतान की युक्तियों के सामने खड़े रह सको. 13-ാം വാക്യം കൂടി വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. पढ़ा हुआ वचन की 7वें 13वां पद भी पढ़ते हैं, इसलिए परमेश्वर के सारे हथियार बांध लो कि तुम बुरे दिन में सामना करना सको और सब कुछ पूरा करके स्थिर रह सको. സ്വല്പം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളതായ ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. अधिक प्राधान्यता लेते हुए विषय वचन मनन करने के लिए आ रहा है. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ സദസ്സില് ഈ വചനം പറഞ്ഞാൽ എത്രമാത്രം അത് ഇഫക്റ്റീവ് ആകും എന്നൊക്കെ. कई बार ऐसी बात सोच समझते हैं, आजकल दिनों में ये वचन प्रस्तुत करने में लोग अपना विश्वासियों कैसा स्वीकार करेगा, यही बात. ആത്മീയമായിട്ടുള്ളതായ തീവ്രമായ പോരാട്ടത്തിലായിരിക്കുന്നതായ ഒരു സമൂഹം അത്രേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചു. जो पवित्र आत्मा यही याद दिलाया, स्मरण दिलाया, आजकल दिनों में आत्मा में और लड़ाई में है अपने विश्वासी लोग. അതുകൊണ്ടത്രേ ഈ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നത്. इसी कारण में ये संदेश आपकी ओर पहुंचाने के लिए आग्रह की है. വിവിധ നിലകളിലെ പോരാട്ടത്തിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മെ ഉത്സാഹിപ്പിക്കും, നമ്മെ ശക്തീകരിക്കും, നമ്മെ ജയാളികളാക്കി തീർക്കും. आत्मिक तौर पर लड़ाई के लिए रणसंग्राम में हम रहते हैं. हमारे मल्लयुद्ध के बारे में मनन करेगा तो अपना विश्वास जीवन आगे बढ़ने के लिए सहायक रहेंगे. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദുർദിവസങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. प्रेरित पौलुस ने यह बात स्मरण दिलाता है, दुर्दिवस हमारे लिए आते हैं, उसी दिन के लिए हथियार बांध कर तैयारी में रह. ആത്മനിറവുള്ളതായ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ദുർദിവസങ്ങൾ അത്രേ. आत्मा में भरपूरता में है, भरपूर है, वो लोग दिनम प्रति लड़ाई में है. അതിന്റെ കാരണം അത് ദുഷ്ടനായ പിശാച് നിരന്തരം എല്ലാ ദിവസവും അത് ദൈവമക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. इसके कारण यह है, आत्मिक जीवन में हमारा विरोधी शैतान ने लड़ते हैं.
എന്തുകൊണ്ടാണ് ഈ ലോകത്തില് സാത്താൻ വളരെയധികം ആം, ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. शैतान ने हमारा विश्वास जीवन को तोड़ने के लिए क्यों ये क्या काम कर रहा है, इसके बारे में मनन करने के लिए चाहता है. ക്രിസ്ത്യാനികൾ ഇന്ന് പൊതുവെ ഈ ആത്മായുദ്ധത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാറില്ല. तो ईसाई के नाम लिए हुए लोग आजकल दिनों में आत्मा के बारे में इतनी मनन नहीं करते हैं. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. बाइबल में सूचना दिया है अंतिम समय में और दुर्घटना की दिन पहुंचा है, आता है. സാത്താന് കുറച്ചു നാളുകൾ കൂടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവൻ വളരെ തീക്ഷ്ണതയോടുകൂടി അവൻ ദൈവമക്കൾക്കെതിരായിട്ട് ദൈവരാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. पृथ्वी की जिंदगी थोड़ा सा समय बाकी है, वही सोच समझते हुए शैतान ने उनकी आंदोलन और हमारे विरोध में लड़ते हैं. സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ദൈവത്തെ പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു. बहुत सारे लोग प्रभु को त्याग की है. അവർ തിന്മ വളരെയധികം ഇഷ്ടപ്പെടുന്നു. और शैतान की आत्मा के काम लेने वाला करने वाला अधर्म को छू लेते हैं. അതുകൊണ്ട് ഈ സാത്താൻ ദൈവമക്കളെ വളരെയധികം അത് പീഡിപ്പിക്കുന്നു. इसी कारण में शैतान ने मसीह के लोगों को पीड़ित में लाते हैं. നമ്മൾ ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുന്നത്, അങ്ങനെ തീരുമാനമെടുക്കുന്നതായ ആ കാര്യങ്ങൾ തന്നെ പലപ്പോഴും പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. हम ये सोच समझते हैं जो गलत बात, जो दोष की काम कभी भी मेरा जिंदगी में आएगा नहीं, लाएगा नहीं, ये सोच समझने वालों को शैतान ने धोखा देता है. നാം വളരെ വീക്കായിരിക്കുമ്പോൾ നമ്മുടെ ദൗർബല്യം അത്രേ അവൻ പ്രയോജനപ്പെടുത്തുന്നത്. हम आत्मिक तौर पर दुर्बलता में है, उसी घड़ी में शैतान वो ही स्थान को लाभ उठाने के लिए काम करता है. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും അവൻ നമ്മെ നിരുത്സാഹപ്പെടുത്തുവാൻ അത്രേ ഉപയോഗിക്കുന്നത്. हम जो किया करना चाहता है, जो बात निरुत्साहित करने के लिए शैतान मेहनत करते हैं. നാം ഏകരായിരിക്കുമ്പോൾ, നാം ഒറ്റയ്ക്കായിരിക്കുമ്പോഴും, അതുപോലെ നാം പ്രതിസന്ധികളിലായിരിക്കുമ്പോഴും പിശാച് നമ്മെ ശല്യം ചെയ്യുന്നു. हम अकेलापन है में है और कई प्रकार की एक चित्त मन में हमारा जिंदगी रखने का समय शैतान ने वो ही समय लाभ उठाने के लिए चाहते हैं. ശത്രുത നിറഞ്ഞതായ ഒരു എൻവയോൺമെന്റിൽ അത്രേ, ഒരു സാഹചര്യത്തിൽ അത്രേ ദൈവമക്കൾ ആയിരിക്കുന്നത്. शैतान की जुल्म के कारण आगे बढ़ते हैं वो ही, और कार्यों में हम आजकल दिनों में जीवन गुजारते हैं. നാം ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുക. आजकल दिनों में अपने आप को मसीह के हाथों में समर्पण कर दिया दे. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യുദ്ധങ്ങൾ കർത്താവായ യേശു ഏറ്റെടുക്കും. ऐसा ही होवे तो हमारा युद्ध मसीह ने अपनाएगा, अपना ऊपर उठाएगा. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക. हम मसीह में जीत रहे. അതെ, ക്രിസ്തു എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. मसीह ने वो वायदा बनाया, सदा सर्वदा हमारा साथ वो ही रहेगा. പിശാച് നമ്മെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി അവൻ അടുത്ത് വരുമ്പോൾ അവൻ കാണുന്നത് യേശുവിന്റെ സാന്നിധ്യം അത്രേ. शैतान सामना करने के लिए आता है, तब शैतान ने देखा है हम मसीह की खोज में हैं. സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. शैतान हमें छोड़कर भाग जाएगा. ആകയാൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. अपना जिंदगी अपने आप को
मसीह की सामने रख और मसीह के लिए जागते रहे, शैतान हमारे में से हट जाएगा, मसीह की अनुग्रह प्राप्त करेगा। തിരുവചനം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടിയിരിക്കുന്നു. और वो ध्यानपूर्वक बाइबल मनन करना हमारा काम है. ആത്മീയ യുദ്ധത്തിന് കൊള്ളാവുന്നതായ ശക്തിയുള്ളതായ ഒരു ഒരു യോദ്ധാവായിട്ട്, ഒരു സോൾജിയറായിട്ട് നിങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം അതിന് കഴിയും. और मसीह में हम रहेगा तो ये आत्मिक तौर पर मल्लयुद्ध के लिए बुलाहट मिली, और जरूर प्रभु मसीह हमें सामर्थ ताकत से बलवंत करेगा. നാം തിരുവചനം വായിച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हम परमेश्वर की वचन अच्छे रीति पर मनन करेगा, उसमें ध्यान रखेगा, शैतान हमें छोड़कर चले जाएगा. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യുദ്ധത്തിന് നമ്മുടെ കൈകളെയും പോരിന് നമ്മുടെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന്. भजन संगीता वाला यह बात दी है, युद्ध करने के लिए हमारा उंगलियों, लड़ाई के लिए हमारा हाथों बल देंगे. അതുകൊണ്ട് ദുർദിവസങ്ങളിൽ നാം ഉറച്ച് നിൽക്കുവാൻ തക്കവണ്ണം നാം കർത്താവിന്റെ ശക്തിയിലും നാം ബലപ്പെടേണ്ടിയിരിക്കും. दुर्दिन आता है, दोष की समय है, हमारा मसीह की बलवंत हाथ के नीचे होवे तो मसीह हमारा सहाय के लिए आएगा. നാം നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലോ. ये प्रकार की बात काम कार्य लेते हुए वो बात को जागते हुए रहने वाले हैं विश्वासी गण. പലപ്പോഴും നാം വെക്കുന്നതായ ആ സമയപരിധിക്കുള്ളിൽ പലപ്പോഴും നമ്മുടെ മറുപടികൾ വരാറില്ല. हम कुछ निर्णय लेते हैं कुछ दिन के लिए, हम जागते ही रहते हैं, लेकिन उसी घड़ी में हमको जवाब नहीं मिलता रहता है. ദാനിയേൽ എന്ന ദൈവത്തിന്റെ വിശുദ്ധൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. जिन बात स्मरण रखते हुए दानिയേल ने यहोवा की ओर घुटना टेका प्रार्थना शुरू किया. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും താൻ ആഗ്രഹിച്ച മറുപടി എത്തിയിട്ടില്ല. 21 दिन तक उपवास प्रार्थना आगे बढ़ा, लेकिन जवाब नहीं मिला. എന്നാൽ തന്നെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും ഗബ്രിയേൽ ദൂതൻ തന്റെ അടുക്കൽ വന്നു. आश्वासन देने के लिए, हिम्मत दिलाने के लिए उनके ऊपर और दृष्टि लगाया. इसी कारण में वो स्वर्गदूत गब्रिएल ने दानिയേल की ओर 21वां दिन आया. ദാനിയേലിന്റെ അടുക്കൽ വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ എന്തുകൊണ്ടാണ് തന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ഡിലേ വന്നത് എന്ന് വിശദീകരിച്ചു. और गब्रिएल दूत ने दानिയേल की ओर ऐसे वार्तालाप करने लगा, 21 दिन तक क्यों कारण हुई, मुझे भेजा, मैं आया नहीं, ये बात को. ആത്മമണ്ഡലത്തിലും പൈശാചികൻ പല രീതിയിലുള്ളതായ അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. आत्मिक ये संसार में शैतान विविध प्रकार की शत्रुता लाते रहते हैं. പേർഷ്യയുടെ അധിപനായിരിക്കുന്നതായ ആ പൈശാചിക ശക്തിയും അത് തന്റെ പ്രാർത്ഥനയെ ഗബ്രിയേലിൻ്റെതായ യാത്രയെ തടസ്സപ്പെടുത്തി. पारसी पर्शिया जो राज्य की अधिपति शैतान ने गब्रिएल दानिയേल की ओर देने के लिए जो प्रार्थना की जवाब है, गब्रिएल को दानिയേल की ओर आने के लिए रुकावट डाला, सीमा रखा. ആ പിശാചം അത് വീണുപോയിട്ടുള്ളതായ ഒരു ദൂതനാണ് എങ്കിലും ഗബ്രിയേലിനെക്കാളും അധിക ശക്തി ഉണ്ടായിരുന്നു എന്നത്രേ നാം മനസ്സിലാക്കേണ്ടത്. जो शब्द हम मनन करेगा तो ये बात स्मरण रखे, गब्रिएल जो उनको भी सामर्थ्य वाले हैं जो शैतान की सामर्थ्य.
അതിനുശേഷം മൈക്കൽ എന്ന് പറയുന്നതായ ദൂതൻ ഗബ്രിയേലിന്റെ സഹായത്തിന് വേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് റിലീസ് ചെയ്തു. 21वां दिन मिखाएल जो स्वर्गदूत ने आकर गब्रिएल को सहाय करने के लिए लड़ाई के लिए वहां मराया है. സാത്താനെ സംബന്ധിച്ചുള്ള മാരകമായിട്ടുള്ളതായ ഒരു പ്രഹരമാണ് ഉണ്ടായത്. അവനെ സ്വർഗത്തിൽ നിന്നും അത് ഈ ഭൂമിയിലേക്ക് തള്ളിയിട്ടു. जो आदि गंभीर इतना शक्ति सामर्थ्य से आया, स्वर्ग से पृथ्वी पर उनको गिरा दिया है. എന്നാൽ ഇന്നും പൈശാചിക ശക്തികൾക്ക് മനുഷ്യ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്നു. आजकल भी मनुष्यों की विचारों और उनका आग्रहों को मसीह का ओर लगे रहते हैं, जो आग्रह को निकालने के लिए शैतान की शक्ति सामर्थ्य का साथ कार्य करते हैं. നാം ക്രിസ്തുവുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ അല്ല എങ്കിൽ, അഥവാ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി അല്ല എങ്കിൽ, പിശാച് നമ്മുടെ മനസ്സുകളിൽ നിറയെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ളതായ കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കും. हम मसीह में आए हुए विश्वासी गण मन भराया, यीशु मसीह को अपनाया, ग्रहण किया, मसीह में अच्छे रीति पर स्थिर नहीं रहेगा तो शैतान गिरावट डालने के लिए हमारे ओर आ जाएगा. ദൈവമക്കളെ അകത്തു നിന്നും പുറത്തു നിന്നും അറ്റാക്ക് ചെയ്യുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर के लोगों को, मसीह के लोगों को अंदर या बाहर से भी गिरावट देने के लिए प्रयत्न करेगा. സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധവുമായിട്ടുള്ളതായ ചിന്തകളെ കൊണ്ട് നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തും. मसीह में हमारा विश्वास, भरोसा, हमारा आग्रह रखा, जो उसी में से गिरावट देने के लिए शैतान काम करते ही रहेंगे. മിഖായേൽ എന്ന ദൂതൻ വന്നിട്ട് ഗബ്രിയേലിനെ സഹായിച്ചതുപോലെ നാം കർത്താവിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും യേശു കർത്താവ്, അതെ, നമ്മെക്കാളും ബലവാനായ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തും. और गब्रिएल को मिखाएल आया, गब्रिएल को सहाय किया, इसे नहीं हम विश्वास योग्य में रहेगा तो शैतान से भी बलवंत मसीह की हाथ शैतान की वश में से हमें रक्षा कर देंगे. പാപത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ ജയമെടുത്തതായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്ന് മൂന്നാം നാൾ ജയാളിയായി ഉയർത്തെഴുന്നേറ്റും വീരനായ ദൈവമായി അവൻ നമ്മെ സഹായിക്കുവാൻ തക്കം നമ്മുടെ അരികിൽ ഓടിയെത്തും. पाप या शरीर की अभिलाषाओं, शैतान की युक्तियों को ढांढते हुए बल किया, प्रबल हो गया हमारा मसीह की सामर्थ हमारा साथ भी साथ रहकर शक्तिमान कर देंगे हमें. ജയാളിയായ യുദ്ധവീരനായ യേശു ക്രിസ്തുവും അവൻ ഇന്നും ജീവനോടുകൂടിയിരിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനത്രേ. जयवंत मसीह, जो जय पाया हुआ मसीह, उन्हीं के ऊपर भरोसा रखते हुए चिल्लाए, पुकारे, प्रार्थना करेगा तो आजकल दिन भी जो सामर्थ हमारा साथ बने रहेगा. ലോകം ഇന്നുവരെ കണ്ടതായ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാൽവരിയിൽ അരങ്ങേറിയത്. जो दुनिया आज तक देखा नहीं, इतनी मल्ल युद्ध कालवरी पहाड़ पर, सूर्य पर मसीह ने सहजा है. സകല പൈശാചിക ശക്തികളും ഗവൺമെന്റുകളും മതമേധാവികളും യേശു ക്രിസ്തുവിനെതിരായിട്ട് പ്രവർത്തിച്ചതായ ഒരു രംഗം. ये ऐसा ही है, धर्म के शीर्ष में रहने वाले और गवर्नमेंट की तरफ भी है और भाषा की तरफ से सब कुछ प्रबलता में है. हमारा मसीह की क्रूसारोहण के समय ഉള്ളിൽ ഒതുങ്ങാത്തതായ യേശു ക്രിസ്തു അത് ജയാളിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. उन्होंने उनको धमकी दिया और उनको ढाम कर रखा, सामर्थ्य को उन्होंने बुझा दिया. ऐसा भी है तो भी
हमारा मसीह तीसरा दिन जी उठकर बाहर आया है। നമുക്കെതിരായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ആ സാത്താനോട് നമുക്ക് പറയാമോ, സാത്താനെ, നിന്റെ തലയെ യേശു ക്രിസ്തു തകർത്തു. हम इतने लोग मेरा शब्द सुन रहे हैं, हिम्मत से कहे, ढांढ से बांध कर कहे, हे शैतान, तुम्हारा सिर को कुचल डालते हुए हमारा मसीह पृथ्वी पर जयवंत की झंडा पकड़ लिया है। ായ യേശു ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. हमारा मसीह नासरी हमारे में वास करते हैं। സാത്താനെ, എന്നിൽ വസിക്കുന്നതായ യേശു ക്രിസ്തു നിന്നേക്കാളും ബലവാനാണ്. हे शैतान, तुम्हारे में कितना प्रबल है, इससे भी अधिक बढ़कर शक्तिमान है हमारा यीशु मसीह। അതെ, ലോകത്തുള്ളവനേക്കാളും വലിയവനായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. दुनिया से भी बढ़कर सामर्थ्य वाला मसीह हमारे में वास करता है। അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് അത്രയും നമ്മിൽ പലരും ഇന്ന് ജീവനോടുകൂടി ഇരിക്കുന്നത്. मसीह की शक्ति सामर्थ्य हमारे में है, इसी कारण में हम जिंदा है। സാത്താൻ നോക്കുമ്പോൾ നമ്മുടെ അരികിൽ നിൽക്കുന്നത് ക്രിസ്തു അത്രേ. അതുകൊണ്ട് സാത്താൻ പരിഭ്രമിച്ചു പോവുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കും. शैतान हमारे ओर देखते हैं, तब देखते हैं यही मसीह हमारे साथ भी साथ रहते हैं, इसलिए शैतान तितर बितर हो जाते हैं। അതുകൊണ്ട് ആത്മീയ യുദ്ധത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. സ്റ്റാൻഡ് ഫോർ ജീസസ്. इसी कारण में मसीह के लिए जीवन रखा हुआ प्रत्येक लोग मसीह में रहे, अटल रहे। സാത്താന്റെ മുമ്പിൽ ഒരിക്കലും അത് തലകുനിക്കുകയില്ല. शैतान के सामने जिंदगी में सिर झुकेगा नहीं। സാത്താനുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. शैतान के साथ मेल मिलाप नहीं। അവൻ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് അലറുന്ന സിംഹം പോലെ എന്ന് പത്രോസ് പറയുന്നു. प्रेरित पत्रोस ने यही बात कहने लगा, शैतान आता है गर्जित वाला सिंह की नाई। അവൻ പരാജയപ്പെട്ടവനാണ് എങ്കിൽ തന്നെയും നമ്മെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ആൾമാറാട്ടം നടത്തിയത്രേ വരുന്നത്. शैतान हरा हुआ है, फिर भी उन्होंने और रूप में हमारा विरोध में लड़ने के लिए आ रहा है। എന്നാൽ നമ്മിൽ വസിക്കുന്നതായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിന്റെ സിംഹമത്രേ. और हमारे में वास करते हैं मसीह, सामर्थ्य है, बलवंत है। യഹൂദ ഗോത്രം എപ്പോഴും യുദ്ധം ചെയ്യുന്നതായ ഗോത്രമത്രേ. यहूदा और गोत्र यू है, युद्ध की लड़ाई में रहने वाले हैं। നമ്മുടെ കുടുംബത്തിൻ്റെതായ സന്തോഷം അപഹരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ അപഹരിക്കുന്നതിന് വേണ്ടിയും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നത്രേ ഈ പിശാച്. ये शैतान हमारा पारिवारिक जीवन या हमारा संतानों की, उनका जीवन की हाल को तोड़ने के लिए परिश्रम करने वाले हैं शैतान की सामर्थ्य। നമ്മെ പരാജയപ്പെടുത്തുന്നതിന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നതായ നമ്മുടെ വീക്ക്നെസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്രേ ഈ സാത്താൻ. निरंतर हमारा विरोध में लड़ते हैं लड़ने वाले जो शैतान। അതെ, നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെ പിടിക്കുന്നതിന് വേണ്ടി കുറുക്കന്മാർ അത് ഒളിഞ്ഞിരിക്കുന്നത് പോലെ. और हमारा देश में मुर्गी को पकड़ने के लिए ये वो जंतु बैठते हैं इसी नाई। എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ. അതുകൊണ്ട് നമുക്ക് ഈ അഭിനയിച്ചു വരുന്നതായ പിശാചിനെ, അത് അലറി വിളിക്കുന്നതായ പിശാചിനെ നമുക്ക് നേരിടുവാൻ കഴിയും. और मानो यही बात है, हम मसीह में वास करेगा तो गर्जित करते हुए आते शैतान की हर युक्तियों को ढांपने के लिए, नाश करने के लिए हमारा मसीह की आत्मा हमारे में वास करते हैं।
അതുകൊണ്ട് പിശാച് പലവിധമായ തന്ത്രങ്ങളുമായിട്ട് നമ്മെ നശിപ്പിക്കുവാൻ അടുത്ത് വരുമ്പോൾ നമുക്ക് പിശാചിനോട് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും, എന്റെ വഴിയിൽ നിന്നും വിട്ടു മാറുവാൻ. मानो यही बात समझ ले, और शैतान इतना युक्तियों के साथ हमको घेर लेने के लिए आते हैं, उनको यही बात कहा, हमारा रास्ता रुकना नहीं, हट जाए, हम मसीह की संतान है। നമുക്ക് ഈ വിലയേറിയതായ ആലോചനകളൊക്കെ നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ ശ്രേഷ്ഠ ഭൃത്യനായിട്ടുള്ളതായ പൗലോസ് അത്രേ. इतनी सामर्थ्य शक्ति हमको दिलाने के लिए कहा हुआ व्यक्ति, हमें हिम्मत वाने के लिए कहा हुआ व्यक्ति प्रेरित पौलुस है। പൗലോസിനെ ഇങ്ങനെ അത്ര വിളിക്കുന്നത് അത് ദൈവത്തിന്റെ സിംഹമെന്നാണ്. प्रेरित पौलुस को यही बात कहने लगा, और परमेश्वर की और सिंह है। പൈശാചിക ലോകത്തിന് അത്രമാത്രം പരാക്രമങ്ങൾ നടത്തി അത് അവന്റെ സാമ്രാജ്യത്തിനും വലിയ തകർച്ചകൾ വരുത്തിയതായ ഒരു ശ്രേഷ്ഠനായ ദൈവദാസനത്രേ പൗലോസ്. और संसार में मसीह को परिचित करते हुए उनके आश्चर्य अद्भुत काम कार्य के साथ मसीह की महिमा प्रकट किए हुए एक व्यक्ति है प्रेरित पौलुस। യുദ്ധഭൂമിയിലും വളരെയധികം അത് ഉജ്ജ്വലമായിട്ടുള്ളതായ സേവനം കാഴ്ചവെക്കുന്നതായ പട്ടാളക്കാരെയും ഗവൺമെന്റ് വീരചക്രവും മറ്റു ബഹുമതികളും നൽകി ആദരിക്കാറുണ്ട്. युद्धभूमि में और इतने आश्चर्य अद्भुत शत्रुओं को गिराने के लिए काम किए हुए व्यक्ति को गवर्नमेंट की तरफ से भी और आदर दिया देता है। അതെ, അവർ പോരാടി അവസാനം അവരുടെ ജീവൻ പോലും രാജ്യത്തിന് വേണ്ടിയും അത് സമർപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നു. युद्ध करते हुए लड़ते हुए उन्होंने शैतान को गिराया, मनुष्यों को शत्रुओं को गिराने के लिए प्रयत्न करके इंडिया महाराज्य को विजय करने के लिए वो सेनाओं ने काम किया करता है। അതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി അത് തന്റെ എല്ലാ വിധത്തിലും പരിശ്രമിക്കുകയും അവസാനം അത് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. और इसी नाई हमारा मसीह के लिए काम किया करते हुए औरों को सामर्थ्य बनाने के लिए प्रयत्न कर युद्ध में हारने का नहीं, विजय पाकर मृत्यु पाना, एक बुलाहट आज सुबह ही वक्त आपकी ओर पहुंचा देंगे। പൗലോസിന് ഈ പോരാട്ട വീര്യം എവിടെ നിന്നാണ് ലഭിച്ചത്? प्रेरित पौलुस को ये सामर्थ्य शक्ति कहां से मिली है? യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവനിൽ അവനിൽ വസിച്ചത് കൊണ്ടത്രേ. यहूदा गोत्र के सिंह जो मसीह उनका जीवन में काम किया है, അവൻ ദൈവത്തിന്റെ ഒരു സിംഹമായിരുന്നു. परमेश्वर का एक सिंह था प्रेरित पौलुस। അതെ, ചില ദൈവദാസന്മാര് അത് ഇതുപോലെ ദൈവത്തിന്റെ സിംഹമായി പ്രവർത്തിച്ചതായ ചില വീരയോദ്ധാക്കളെ നമുക്ക് നോക്കാം. और प्रेरित पौलुस की नाई, सिंह की नाई सेवकाई किया हुआ अमुक प्रत्येक व्यक्तियों के बारे में भी हम मनन करें। വളരെ നിരാശയോടുകൂടി കടന്നുപോയവരും അഗ്നി സമാനമായ പരിശോധനകളിലൂടെ കടന്നുപോയവര്, രോഗങ്ങളിലൂടെ കടന്നുപോയവരും അവർ പിന്നത്തേതിലും അത് അല്പം പോലും തളർന്നു പോകാതെ അത് മുന്നോട്ട് തന്നെ പോവുകയും വിജയം കൈവരിക്കുകയും ചെയ്തതായ അത് രക്തസാക്ഷികൾ. और युद्ध भूमि में इसकी अर्थ विश्वास जीवन में मल्ल युद्ध कर बीमारी की हाल से हो, चारों तरफ की आंदोलन के बारे में हो, पीछे हटाने के लिए मनुष्य और शैतान ने इतनी प्रयत्न की, लेकिन वो सबको गिराकर विश्वास की झंडा पकड़कर आगे बढ़े हुए परमेश्वर के पवित्र लोग. നോവയുടെ തലമുറയില് ആരും തന്നെ അംഗീകരിച്ചില്ല എങ്കിലും തന്നെ ദൗത്യമേൽപ്പിച്ചതായ ദൈവത്തിന്റെ ശുശ്രൂഷയില് താൻ അല്പം പോലും പിന്മാറാതെ ധീരമായ ഒരു നിലപാടെടുത്തു. योना और नोहा के समय
दुनिया में कोई किसी उनका शब्द माना नहीं, लेकिन नूह ने और उनका परिवार मसीह की आवाज को सुर पकड़ कर रहा है। നമുക്ക് മോശയെ കുറിച്ചും അങ്ങനെ തന്നെ പറയുവാൻ കഴിയും. मूसा के बारे में भी ऐसा कह सकते हैं। ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അവനെ സിംഹക്കുഴി അതെ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്നതിന് പോലും രാജകൽപ്പനയുണ്ടായി. दानियल को सिंह की गुफा में डालने के लिए राजा की आज्ञा थी। അദ്ദേഹം വിശ്വാസത്യാഗം നടത്തുവാൻ തയ്യാറായില്ല. അതിനേക്കാളും അതെ, മരണം വരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ധീരമായ ഒരു നിലപാടെടുത്തു. दानियल ने विश्वास को त्याग नहीं किया। मृत्यु होवे तो मृत्यु, जिएगा तो मसीह के लिए, मृत्यु होवे तो मसीह के लिए, ये निर्णय के साथ राजा का क्रोध को सामना किया है। ഗോത്രത്തിന്റെ സിംഹമായവൻ തന്നെ രക്ഷിക്കുമെന്ന് നല്ല വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. दानियल इतने विश्वास किया, यहूदा गोत्र की सिंह जो मसीह उनको सहाय के लिए आएगा, इतने विश्वास, इतने निर्णय अपनाया है। ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ കുറിച്ച് തീച്ചൂളയിലേക്ക് അവരെ വലിച്ചെറിയപ്പെട്ടു എങ്കിലും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നാലാമത് ദൈവപുത്രനായി ക്രിസ്തു അവിടെ വെളിപ്പെട്ടു. राजा के क्रोध चंद्रक मेषक अबेदनेगो की ओर आया, लेकिन चौथा एक व्यक्ति आग के अंदर आकर ये तीनों को रक्षक होकर रक्षा किया है। ഇവിടെ സർവശക്തനായ ദൈവം തന്നെ ഇറങ്ങി വന്ന് തന്റെ ഭൃത്യന്മാരെ രക്ഷിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. यही वचन देता है, स्वर्ग से परमेश्वर ने उतर कर आया है, अपने लोगों को बचाया है। നാം ദൈവമായ യേശു കർത്താവ്, അതെ, യാളിയായ യേശു കർത്താവ് അവിടെ ഇറങ്ങി വന്ന് ദാനിയേലിനെ രക്ഷിച്ചു. आज हम ये बात मनन करें, सिंह की गुफा में मसीह ही उतर कर दानियल को रक्षक होकर रक्षा किया है। യേശു പറഞ്ഞു, എന്താണ്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായ യേശു, हमारे लिए युद्ध किया हुआ मसीह, നമ്മെ ജയോത്സവമായി നടത്തുന്നതായ കർത്താവ്, जयोत्सव करने के लिए चलाते हमारा मसीह, വീരനായ യേശു ക്രിസ്തു, युद्ध यो शूरवीर हमारा मसीह, തന്റെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നതായ കർത്താവ്, अपने लोगों को, मसीह की संतानों को आग की पुत्री की नाई संभालने वाले हैं। മരണകരമായ പല അവസ്ഥകളിലൂടെ നാം കടന്നുപോയെങ്കിലും അവൻ വീരനാം ദൈവമായിട്ട് സൗഖ്യദായകനായിട്ട് നമ്മുടെ ചാരത്തെത്തി. मृत्यु तक पहुंचता है, रक्षक होकर हमारा मसीह हमारा सामने आता है। അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവും അവൻ എന്താണ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഇന്നും ജീവിക്കുന്നു. ये बात स्मरण रखे, यहूदा गोत्र की सिंह होकर हमारा उद्धारक मसीह सहाय के लिए हमारा साथ भी साथ है। മരണത്തിലൂടെ ജയാളിയായി തീർന്നതായ യേശു ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് നോക്കുമ്പോൾ ദ്രവത്വമുള്ളതിനെ അദ്രവത്വമായും മർത്യമായതിനെ അമർത്യമായതും ആക്കി തീർത്തു. मृत्यु जल अवस्थाओं में परमेश्वर ने मसीह को जिलाया, और वो जीने के कारण हमको भी जिलाने के लिए प्रयत्न किया है, करता है। നമ്മിൽ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് നമ്മെ ഭയത്തോടു കൂടി അത്രേ പിശാച് കാണുന്നത്. हम मसीह में वास करेगा तो शैतान भय के साथ हमको देख रहा है। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. बाइबल में यही वचन दिया है, हमारा शारीरिक, इसका मतलब हमारा रिश्तेदारों का साथ लड़ी नहीं, हमारा लड़ाई शैतान की ओर है, हमारा लड़ाई। നീറോ ചക്രവർത്തിക്കെതിരായിട്ട് ഒരു വിപ്ലവം നടത്തുകയല്ല പൗലോസ് ചെയ്തത്. नीरो भाषा की ओर एक लड़ाई के लिए पौलुस ने कोशिश नहीं की।
എന്നാൽ ഈ ക്രിസ്ത്യാനികളെ എങ്ങനെയും ഉന്മൂലനാശം വരുത്തണമെന്ന ആഗ്രഹത്തോട് നീറോ ചക്രവർത്തി റോമ പട്ടണത്തിന് തീ വെച്ചു. ये नीरो बादशाह ने ईसाइयों को कोई भी रास्ता से सताए, ये स्मरण करके रोमा शहर को आग जलाया है. റോമ ചക്രവർത്തിയും അപവാദ പ്രചരണം നടത്തിയത് ഇത് ക്രിസ്ത്യാനികളുടേതായ ഒരു പ്രവൃത്തിയായിരുന്നു എന്ന്. और नीरो बादशाह ने संसार में यही बात दी, ये ईसाई लोग और रोमा शहर को आग जलाया है. തുടർന്ന് റോമ സാമ്രാജ്യം മുഴുവനും ക്രിസ്ത്യാനികളെ അതിക്രൂരമായിട്ട് അദ്ദേഹം പീഡിപ്പിച്ചു. उन्होंने पीड़ित दिया, जितने यीशु मसीह के नाम लिए हुए ईसाई लोगों को सताने के लिए प्रयत्न की है. അനേകം വിശുദ്ധന്മാരെയും ക്രിസ്ത്യാനികളെ വിശ്വാസികളെയും സിംഹത്തിന്റെ അടുക്കലേക്ക് വലിച്ചെറിഞ്ഞു. विश्वासियों को सिंह की गुफा में डाल दिया है. അതുപോലെ പൗലോസിനെയും ശിരച്ഛേദം ചെയ്യുന്നതിനും ഉത്തരവായി. प्रेरित पौलुस को सिर काटने के लिए आज्ञा दी है. ഇവിടെ നീറോ എന്ന് പറയുന്നത് ആ ചക്രവർത്തി സാത്താന്റെ ഒരു ആയുധമായിരുന്നു. नीरो बादशाह ने शैतान का एक हथियार थे. ആത്മമണ്ഡലത്തിൽ നാം നോക്കുമ്പോൾ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും പിന്നിൽ ആത്മമണ്ഡലത്തിലുള്ളതായ പൈശാചിക പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. आजकल दिनों में हमारा मसीह के काम कार्य घोषणा ना हो जाए, इसी कारण में ये आत्ममंडल में शैतान की शक्ति काम कर रहा है. നീറോ എന്ന് പറയുന്നത് അത് പിശാചിന്റെ ഒരു ആയുധമായിരുന്നു. नीरो बादशाह शैतान का एक हथियार थे. അനേകം വ്യക്തികള് ദൈവദാസന്മാരെയും മിഷണറിമാരെയും ഒക്കെ വളരെ ഉപദ്രവിക്കുന്നുണ്ട്, കൊല്ലുവാൻ പോലും അവർ മടിക്കുന്നില്ല. और अनेक मसीह की सेवकों को, सुसमाचार फैलाने वालों को सताने के लिए हाथ लंबा किया, उन्होंने पीछे हटा नहीं. ആ വ്യക്തികളുടേതായ വ്യക്തികളെ ഉപയോഗിക്കുന്നത് സാത്താൻ അത്രേ. ये व्यक्तियों को उपयोग किया शैतान. അപ്പൊ നീറോ എന്ന് പറയുന്നത് വാസ്തവത്തിലും യഥാർത്ഥത്തിലുള്ളതായ നമ്മുടെ ശത്രുവല്ല, മറിച്ച് അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ സാത്താനത്ര നമ്മുടെ ശത്രു. मानो के यही बात नीरो बादशाह ने हमारा शत्रु नहीं, उन्हीं में प्रभुता करते हुए शैतान है. നമ്മുടെ ശത്രു നമുക്ക് കാണുവാൻ വിസിബിൾ അല്ല. वो उनको हमारा आंख की पुतली से नहीं देख सकते हैं. ആത്മമണ്ഡലത്തില് അവനൊരു സൈന്യമുണ്ട്. और आकाश मंडल में एक सेना वो भी है. അവന് ഓരോ രാജ്യങ്ങളുടെ മേലും അധികാരത്തിന് വേണ്ടി ഹയറാർക്കി ഒരു നിര തന്നെ ഉണ്ട്. യെസ്. अपना विश्वासियों को विरोध में लड़ने के लिए एक आकाश मंडल में एक सेना वो भी है. അതുകൊണ്ട് തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് ദുർദിവസത്തിൽ അത് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം സർവ ആയുധ വർഗവും ധരിച്ചുകൊള്ളുവീൻ എന്ന്. इसलिए प्रभु में और उसकी शक्ति में, प्रभाव में बलवंत बनो. परमेश्वर के सब हथियार बांध लो कि तुम शैतान की युक्तियों को सामने खड़े रह सके. ക്രിസ്തു നമ്മിൽ വസിക്കുന്നതായ ഒരു അനുഭവം, मसीह हमारे में वास करते हैं, एक अनुभव है. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ऐसा ही होवे तो मसीह हमारे लिए लड़ेंगे. സാത്താന് ഉറക്കമില്ലാത്തതായ അവൻ ഒരിക്കലും ഉറങ്ങുന്നവനല്ല സാത്താൻ. शैतान नींद में नहीं जाता है, जिंदगी में नींद नहीं आते है. അതുകൊണ്ട് 24 മണിക്കൂറും ഒരാഴ്ച 7 ദിവസവും അതുപോലെ 365 ദിവസവും അവൻ ദൈവമക്കളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. वार दिनम प्रति या सप्ताह में 7 दिन या 365 दिन शैतान जागते रहते हैं मसीह की लोगों को गिरावट देने के लिए. അതുകൊണ്ട് മയക്കത്തിലായി തീരുവാൻ, നിദ്രയിലായി തീരുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെ പോലെ നമുക്ക് അവകാശമില്ല. या यही बात है, शिष्यों ने गethसेमनी में सोने लगा,
इसी नहीं हम भी सोने के लिए अवसर लेना नहीं। അതുകൊണ്ട് ദുർദിവസങ്ങൾ വരുന്നത് കൊണ്ട് നാം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. दुर्दिन हमारे लिए आगे आता है, घटना आते हैं। इसी कारण में मसीह की शक्ति सामर्थ्य में हम जागते ही रहना आवश्यकता है। ദൈവിക ശുശ്രൂഷയിലും ഭയമുള്ളവരും പേടിയുള്ളവരും വരെയും ആവശ്യമില്ല. ये डर के मानते हुए लोगों को आवश्यकता नहीं। ഗിദെയോനെ കുറിച്ച് നോക്കുമ്പോൾ അവന് 32,000 പട്ടാളക്കാരുമായിട്ട് മിദ്യാനോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ഒരുക്കി. और इन्होंने 32,000 लोगों को तैयार किया विरोध में लड़ने के लिए। എന്നാൽ ദൈവം അവനോട് പറഞ്ഞത് ഇത്രയും ആളുകളുടെ ഒന്നും ആവശ്യമില്ല എന്ന്. ये यहोवा ने गिदयोन की ओर कहा, इतने लोगों को कोई जरूरत नहीं है। പേടിയുള്ളവരെല്ലാം വീട്ടിൽ പോകട്ടെ എന്ന് പറഞ്ഞു. और डर के मानते लोग वहां घर पे जाओ। അവസാനം 300 പേര് മാത്രമാണ് അവൻ റിക്രൂട്ട് ചെയ്തത്. उन्होंने 300 लोगों को चुन ली है। ത്യാഗത്തോടു കൂടി സേവനം അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ കേവലം 300 പേരെ കൊണ്ട് മിദ്യാന്യരോട് പോരാടി ജയിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിച്ചു. परमेश्वर ने उनको सामर्थ्य दी। ये 300 लोग सामर्थ्य है, हिम्मत पाए हुए हैं और धैर्य से हिम्मत से युद्ध करने के लिए उन्होंने 300 लोगों को उपयोग किया, युद्ध कर विजय प्राप्त किया। സ്വന്തം കഴിവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് യുദ്ധങ്ങളെ ജയിക്കുവാൻ കഴിയില്ല. और हमारे लोगों को देखते हुए युद्ध को लड़कर विजय पा नहीं सकते हैं। കർത്താവ് ഇന്നിപ്പോ നമ്മുടെ സുവിശേഷം ഒരാളോട് പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അത് ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് കണക്കാക്കിയിട്ട് അയാളെ ജയിലിലിടുന്നതായ ഒരവസ്ഥ എത്ര പല രാജ്യങ്ങളും. आजकल दिनों में हम देखते हैं कोई एक मित्र को मिला है, भाई यीशु को अपनाओ, यीशु को ग्रहण करो, सुसमाचार फैलाएगा तो उनको घर लेते हैं, पकड़कर जेल खाना में डालते हैं। ജനത്തെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സുഖലോലുപരായിട്ട് ഭൗതിക നന്മകളുടെ പിന്നാലെ അങ്ങനെ ജീവിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. मानव जाति यही आशा रखता है, खूबसूरत जीवन बिताए और खाते पीते रहे, अच्छे भवन में रहे। आजकल की देखते हैं इसी प्रकार की सुख लाभ लेते हैं। ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് അവർക്ക് ശക്തി ഇല്ലാതായി പോകുന്നു. संसारिक काम कार्यों में हाथ मिलाया, इसी कारण में शक्ति सामर्थ्य नहीं है। അതുകൊണ്ട് നാം ഡിപ്രസ്ഡ് ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയും പിശാച് നമ്മുടെ ഉള്ളിൽ തരുന്നതായ ആലോചനകൾ ഏറ്റെടുത്ത് ഡിപ്രസ്ഡ് ആയി തീരാതിരിക്കുവാൻ തക്കവണ്ണം സർവായുധവർഗം ധരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. प्यारो यही बात चेतावनी देता है। शैतान ने हमारे जीवन में कुछ बात गड़बड़ की बात डालते हैं, वो बात मान लेते हुए उनके पीछे जाना नहीं, मसीह की आवाज सुनते हुए मसीह के पीछे जाने के लिए सुबह के वक्त वचन देता है। സാത്താൻ പലരുടെയും തലമണ്ടയിൽ എന്താണ് ഇമിൾ തോട്ട്സ് ആണ്, ഇമിൾ തോട്ട്സ് കൊണ്ട് നിറച്ചിരിക്കുക എത്ര ചെയ്യുന്നത്. और शैतान ने आजकल दिनों में मानव जातियों की खोपड़ी में और शैतान की आत्मा के काम कार्य भर दिया है। അത് നമ്മിൽ അത് വരാതിരിക്കുന്നതിന് വേണ്ടി രക്ഷയുടെ ശിരസ്ത്രം ധരിക്കുക, നീതിയുടെ കവചം ധരിക്കുക, വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക, പിന്നെ സത്യം അരയ്ക്ക് കെട്ടുക, വചനമെന്ന വാളെടുക്കുക, സർവായുധവർഗം ധരിക്കുക. और ये शैतान की युक्ति हमारा सिर के अंदर ना आने, इसी कारण में प्रेरित पौलुस ने हमें यही बात दी है। और सिर की रक्षा के लिए टोपी पहना और विविध प्रकार की हथियार बांधकर हम मसीह के लिए जीना, खड़ा रहना, ये चेतावनी देता है। വെല്ലുവിളികളുടെ മധ്യേ അസാധാരണമായിട്ടുള്ളതായ ശക്തി പ്രകടിപ്പിച്ചതായ ദൈവത്തിന്റെ ദാസന്മാരായ സ്തെഫാനോസ്, പൗലോസ്, ശദ്രക്, മേശക്, അബേദ്നെഗോ, അതുപോലെ ദാനിയേല് തുടങ്ങിയതായ വ്യക്തികൾ എത്രമാത്രം ധീരന്മാരായിരുന്നു. या प्रेरित पौलुस
और दानियल, शद्रक मेशक अबेदनगो इत्यादि प्रधान व्यक्तियों ने इतने मसीह की सामर्थ्य शक्ति प्राप्त करके और शैतान को घर लेने के लिए, गिराने के लिए उन्होंने प्रयत्न किए हुए व्यक्तियों थे അവർ വിശ്വാസ വീരന്മാരായിരുന്നു. और विश्वास में शूरवीर थे. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതത്രേ. അതുപോലെ നാമും എന്താണ് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് വെല്ലുവിളികളെയും പൈശാചിക തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാവുകയാണെങ്കിൽ ഈ യഹൂദ ഗോത്രത്തിന് സിംഹമായ കർത്താവ് നമ്മോടുകൂടെ ഇരുന്ന് നമുക്ക് ജയം തരും. हम विश्वास रखे, सामर्थ्य पाए, हम बताया हुआ इत्यादि प्रधान व्यक्तियों शक्ति प्राप्त कर शैतान के युक्तियों को गिरा दिया, मसीह की सामर्थ्य को प्रकट किया. इसी नहीं हम भी इस दिनों में वो शैतान की युक्ति को निकालकर मसीह की युक्ति में आएगा तो मसीह हमें हाथ में लेकर इस्तेमाल करेगा. ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശത്രുവിൻ്റെതായ പലവിധമായ ആക്രമണങ്ങൾ നമുക്ക് നേരെ ഉണ്ടായേക്കാം, ഒരുപക്ഷെ ജീവഹാനി പോലും ഉണ്ടായേക്കാം. हम मसीह का राज्य की घोषणा के लिए घोषक होकर रहेगा तो बहुत सारे पीड़ित होने के लिए कारण है, लेकिन हम सामर्थ्य के साथ रहेगा तो हमारा प्राण को भी त्याग करने का अवसर हमारा जीवन में पाया जाएगा, हो जाएगा. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. मसीह के शिष्यों वो सबने अपना लोहू मसीह के लिए दिए हुए लोग हैं. നമ്മുടെ യുദ്ധങ്ങൾ യഹോവയ്ക്കുള്ളതാകുന്നു. हमारा युद्ध यहोवा का ही है. അതുകൊണ്ട് പൗലോസിനെ പോലെയും ശദ്രക്ക് മേശക്കിനെ പോലെ നമുക്ക് ദൈവത്തിന്റെ സിംഹങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. और शद्रक मेशक अबेदनगो दानियेल पौलुस इत्यादि मसीह ने चुने हुए लोग प्राण त्याग के लिए मेहनत की. इसी नहीं हम भी मसीह के लिए प्राण त्याग करने के लिए तैयारी के साथ रहे. ये वही वचन आपको शक्तिमान बनाने के लिए सहाय कारण बने. आमीन. Amen, amen. Hallelujah. Praise the Lord. Hallelujah. Hallelujah.